താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയതും ചട്ടമ്പിസ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ചേരുംപടി ചേർക്കുക. മരുതം തണ്ണീർത്തട കൃഷി, പാലായ് കൊള്ളയടിക്കുക, മുല്ലായ് മൃഗസംരക്ഷണം. മരുതം തണ്ണീർത്തട കൃഷി, പാലായി കൊള്ളയടിക്കുക, മുല്ലയായി മൃഗസംരക്ഷണം, നെയ്തൽ ഉപ്പ് നിർമ്മാണം. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇങ്ങനെ വാദിച്ചത്? ഗാന്ധിജി. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്ന് രാഷ്ട്രീയ സ്വരാജിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. ജമാഅത്തെ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. ഈ 4 സംഘടനകളും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടതാണ്. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത് രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ഗാന്ധിജിക്കു ശേഷം രാമചന്ദ്ര ഗുഹ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 2, 4 എന്നിവ ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് റെയിൻ ഓഫ് ടെറർ. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. യുറലുകളും അപ്പലാച്ചിയസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് യുറലുകളും അപ്പലാച്ചിയൻസും. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് പർവ്വതമാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് പർവ്വതവും, യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയനായിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. ജൂലൈ 4-നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലാണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. ഇതിന്റെ പൂർണ്ണരൂപം പ്ലാങ്ക്ടോൺ, എയറോസൽ, ക്ലോഡ്, ഏഷ്യൻ ഇക്കോസിസ്റ്റം. P ഫോർ പ്ലാങ്ക്ടോൺ, A ഫോർ എറോസൽ, C ഫോർ ക്ലോഡ്, E ഫോർ ഓഷ്യൻ ഇക്കോസിസ്റ്റം. GSTയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ്. 1, 3 എന്നിവ തെറ്റാണ്. ശരിയായത്: പരോക്ഷ നികുതി സംബന്ധിച്ച് കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിലെ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം.
ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഗ്രോസ് നാഷണൽ ഇൻകം എന്നാൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നാൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിവൈസിബിൾ മൈനസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 5.8. 2023-24 കാലയളവിലെ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8%. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് പൗരത്വം? താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈദ് ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിലുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ശരിയായവ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഉപദേശക സ്ഥാപനമാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത്? മിലാനും കോർട്ടിന ഡി ആംബസോയും. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഗീതാഞ്ജലി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ. വേർഡ് പ്രോസസർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കണികാ ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം അണുസംയോജനം വഴിയാണ് നടക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ കോശശ്വസനം എന്നറിയപ്പെടുന്നു. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അരോഗ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതുക. പോട്ടവൻ പോട്ടെ അവൻ. പിരിച്ചെഴുതുക. കാട്ടിനേൻ കാട്ടി പ്ലസ് ഏൻ.
തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ലേ. തേൻ എന്നർത്ഥം വരുന്നത് മധുലി. കൊത്തിക്കൊണ്ട് പറക്കുവാനും പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. മഞ്ഞപ്പട്ടുടുത്തവൻ പീതാംബരൻ. ധൃതി എന്നർത്ഥം വരുന്നത് ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം.